എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഇ എന്ന അക്ഷരമാണ്. ഈ അക്ഷരത്തോടൊപ്പം നമുക്ക് വേറെ ചില അക്ഷരങ്ങൾ എഴുതി നോക്കാം. ല, യ, മ, ന, വ. ഇ എന്ന അക്ഷരത്തോടൊപ്പം ല ചേർത്താൽ എന്ത് വായിക്കും? ഇല. ഇ എന്ന അക്ഷരത്തോടൊപ്പം രാ ചേർത്താൽ ഇര. ഇ എന്ന അക്ഷരത്തോടൊപ്പം മാ ചേർത്താൽ ഇമ. ഇ എന്ന അക്ഷരത്തോടൊപ്പം ന ചേർത്താൽ ഇന. ഇ എന്ന അക്ഷരത്തോടൊപ്പം വ ചേർത്താൽ ഇവ. ഒന്നുകൂടി വായിക്കാം. ഇല, ഇല. ഇര, ഇര. ഇമ, ഇമ. ഇന, ഇന. ഇവ, ഇവ. നമ്മൾ ഇ എന്ന അക്ഷരത്തെ ഇവിടെ പരിചയപ്പെട്ടല്ലോ. ഇനി അതിൻ്റെ ചിഹ്നമാണ് ഇ എന്ന ഈ ചിഹ്നം. ഈ ചിഹ്നത്തോടൊപ്പം നമുക്ക് അക്ഷരങ്ങൾ ചേർത്ത് വായിച്ചു നോക്കാം. ക, ആദ്യം ഞാൻ അക്ഷരം എഴുതാം. ക, മ, ച, ത, വീണ്ടും ക. ഇനി ഇതെല്ലാം ഈ ചിഹ്നത്തോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാം. ക എന്നത് ഈ ചിഹ്നം ചേർത്താൽ ഹി. ഇനി നമ്മളൊരു ല എന്ന അക്ഷരം കൂടി ചേർത്താലോ? ലി, ഹില്ലി. ഇനി മ എന്ന അക്ഷരത്തോടൊപ്പം ഈ ചിഹ്നം ചേർത്താൽ മീ. ഴ എന്ന അക്ഷരം കൂടി ചേർത്ത് ഈ ചിഹ്നം കൊടുത്താൽ മിഴി. ച എന്ന അക്ഷരത്തോടൊപ്പം ഈ ചിഹ്നം ചേർത്താൽ ചി. ര എന്ന അക്ഷരത്തോടൊപ്പം ഈ ചിഹ്നം ചേർത്താൽ രി, ചിരി. ത എന്ന അക്ഷരത്തോടൊപ്പം ഈ ചിഹ്നം ചേർത്താൽ തീ. വീണ്ടും ര എന്ന അക്ഷരത്തോടൊപ്പം ഈ ചിഹ്നം ചേർത്താൽ തീ. ക എന്ന അക്ഷരത്തോടൊപ്പം വീണ്ടും ഈ ചിഹ്നം ചേർത്താൽ ഹി. ത എന്ന അക്ഷരത്തോടൊപ്പം ഈ ചിഹ്നം ചേർത്താൽ തി, ഹി, തി. കിളി, മിഴി, ചിരി, തിരി, കിട്ടി. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അക്ഷരവുമായി വീണ്ടും കാണാം. താങ്ക് യു.